കർത്താവായ യേശുവിന്റെ ക്രൂശിലേക്ക് കടന്നു ചെല്ലണം. ആ ക്രൂശിൽ നിന്ന് പാഞ്ഞൊഴുകുന്ന യേശുവിന്റെ സ്നേഹത്തിന്റെ രക്തത്തിലേക്ക് നമ്മളെ സമർപ്പിക്കണം. ആ കാൽവറി മുഖാന്തരം നിന്നെ അടിമയാക്കുവാൻ വരുന്ന അന്ധകാര ശക്തികളെ നിനക്ക് ജയിപ്പാൻ കഴിയും. ജീവിതത്തിൽ ഞെരുക്കവും പ്രയാസവും വരുമ്പോൾ ആ കാൽവറിയിലേക്ക് കടന്നു ചെന്നാട്ട്. നിന്റെ ജീവിതത്തിൽ ആവശ്യങ്ങളും വിഷമകതകളും വരുമ്പോൾ നീ ആ കാൽവറിയിലേക്ക് കടന്നു ചെന്നാട്ട്. ആ കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തിയാട്ട്. ക്രൂശിക്കപ്പെട്ട മനുഷ്യരൂപം നശിച്ച ആ രൂപത്തിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്തിയാട്ട്. അതിലേക്ക് നോക്കി നീ ഇങ്ങനെ പറഞ്ഞാട്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ ഏതെങ്കിലും ഒന്ന് എനിക്ക് തരാതിരിക്കുമോ? എന്റെ ആവശ്യങ്ങൾ എന്റെ ദൈവം നിറവേറ്റും. എന്റെ അവസ്ഥകളെ അറിഞ്ഞ് എന്റെ ദൈവം എന്നെ സഹായിക്കും. ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് ഞാൻ പറയട്ടെ, കാൽവറിയിലേക്ക് കടന്നു ചെന്നാൽ നീ പിന്നെ കടം മേടിക്കേണ്ട ആവശ്യമില്ല. ദൈവം നിനക്ക് വേണ്ടുന്നതൊക്കെയും തരാം. നിന്റെ ജീവിതത്തിൽ കാൽവറിയിലേക്ക് കടന്നു ചെന്നാട്ട് കള്ള സഹോദരന്മാർ നിന്നെ അലട്ടുന്നുവോ? നീ ആ കാൽവറിയിലേക്ക് കടന്നു ചെന്നാട്ട് അവിടെ സ്വന്തം സഹോദരനും ശിഷ്യനുമായവൻ ഒറ്റിക്കൊടുത്ത ഒരുത്തൻ കാൽവറിയിൽ കിടപ്പുണ്ട്. അവൻ നിന്നോട് പറയും, സഹോദരന്മാരേവരും നിന്നെ കൈവിടട്ടെ, ഞാൻ നിന്നെ കുറ്റസഖിയായിരിക്കാം. കൂട്ടവും കുലവും വെറുത്താലും സ്നേഹിതരും സഹയാത്രികരും അകന്നു പോയാലും സഹോദരന്മാരെല്ലാം കള്ളന്മാരായിരുന്നുവെന്ന് നീ അറിഞ്ഞ് നീ അവരെ ഒഴിഞ്ഞു പോരുന്നാല് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് ഇന്ന് ആ കാൽവറി നിന്നോട് സംസാരിക്കുക. യോസഫിനെ അറിയാത്തൊരു രാജാവ് നിന്നെ അടിമപ്പെടുത്തുവാൻ തക്കവണ്ണം കടന്നു വരുന്നുവെങ്കിൽ പീലാത്തോസും ഹന്നാവും കയ്യഫാവും എതിരായി നിന്ന് യെരൂശലേം പട്ടണം മുഴുവൻ തള്ളിക്കളഞ്ഞ യേശു കർത്താവിന്റെ കാൽവറിയിലേക്ക് ചെന്നാൽ അവൻ നിന്നോട് പറയുക, യഹൂദനെ അടിമയാക്കി കൊല്ലുവാൻ പരിശ്രമിച്ചോ, ഞാനോ എന്നാൽ ഇന്നിതാ മരണത്തെ ജയിച്ച രാജാവായി നിന്റെ മുൻപാകെയുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ, ശത്രു നിന്റെ നേരെ ആഞ്ഞടിക്കുന്നുവോ? ഉപദ്രവങ്ങളും കഷ്ടങ്ങളും നിന്റെ നേരെ ആഞ്ഞടിക്കുന്നുവോ? നീ പരാജയപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുന്നുവോ? സങ്കടക്കടലിൽ നീ ഒരു അടിമയാകുമെന്ന് ചിന്തിക്കുന്നുവോ? ആ കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തിയാട്ട്. ഇന്ന് പകൽക്കാല ആ യുദ്ധത്തിൽ നിന്നെ സഹായിപ്പാനായി ആ കാൽവറിയിലെ നായകൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ആ കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തിയാട്ട്. ആ ക്രൂശിന്റെ ദർശനം നിനക്കുണ്ടെങ്കിൽ ആ കാൽവറിയിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തിയാൽ യുദ്ധങ്ങളിൽ നിനക്ക് ജയമെടുപ്പാൻ കഴിയാം. ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നിനക്ക് കൽപ്പനകളെ അനുസരിപ്പാൻ കഴിയാതെ പോയേക്കാം. എന്നാൽ നീ ആ കാൽവറിയിലേക്ക് കടന്നു ചെന്നാട്ട് അവന്റെ ചങ്കിലെ രക്തം നിന്റെ കുറവുകളെ കുറ്റങ്ങളെ കഴുകിത്തരിക. മാത്രമല്ല അവന്റെ കാൽവറിയിലെ സമർപ്പണം കാണുമ്പോൾ, അവന്റെ കാൽവറിയിലെ വിശുദ്ധീകരണത്തിനായുള്ള ഒരുക്കം കാണുമ്പോൾ നിനക്കും നിന്നെ തന്നെ സമർപ്പിപ്പാൻ കഴിയുക. ലോക സ്നേഹം നിന്നെ മാടി വിളിക്കുന്നു. ആ കാൽവറിയിൽ തകർന്ന ശിരസിലേക്ക് കണ്ണുകൾ ഉയർത്തിയാട്ട്. ലോക ഇമ്പങ്ങൾ നിന്നെ പ്രലോഭിപ്പിക്കുന്നുവോ? ആ കാൽവറിയിലേക്ക് കടന്നു ചെന്നാട്ട് ജഡവും മനോവികാരവും നിന്നെ ദൈവസഭയിൽ നിന്ന് അകറ്റിക്കളയുന്നുവോ? ആ കാൽവറിയിലേക്ക് കടന്നു ചെന്നാട്ട് അവിടെ പറയുന്നു, നിങ്ങൾ ഇനി അടിമപ്പെടത്തില്ല. കാരണം നിങ്ങൾ കാൽവറിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നിങ്ങൾ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ കാൽവറിയിലേക്ക് കടന്നു ചെന്നാൽ ആ തകർക്കപ്പെട്ട ക്രൂശിനെ ഒന്ന്, ക്രൂശിത രൂപത്തെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിന്നെ അടിമയാക്കുവാൻ വരുന്ന ശക്തികളുടെ മുമ്പാകെ നിനക്ക് ജയമെടുപ്പാൻ കഴിയാം. നിന്റെ ആവശ്യങ്ങൾ ആ കാൽവറിയിൽ നിറവേറ്റപ്പെടുക. നിന്റെ പോരാട്ടങ്ങൾ ആ കാൽവറിയിൽ ശാസിക്കപ്പെടുക. നിന്റെ യുദ്ധങ്ങളിൽ നിനക്ക് ആ കാൽവറി മുഖാന്തരം ജയമെടുപ്പാൻ കഴിയാം. കള്ള സഹോദരന്മാർ ചുറ്റി നിന്നാൽ നീ ആ കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ നിനക്ക് ജയമെടുപ്പാൻ കഴിയാം. എലീശ പ്രവാചകന്റെ അടുക്കലേക്ക് ആ സ്ത്രീ കടന്നു വന്നിട്ട് പറഞ്ഞു, അയ്യോ ഞാൻ അടിമയായി പോകുക, അയ്യോ അവരെന്നെ അടിമയാക്കി കൊണ്ടുപോകുക. എലീശ പ്രവാചകൻ അവളുടെ അടുക്കൽ ചോദിച്ചു, എന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, തീരാറായ ഒരല്പ എണ്ണയുണ്ട്, തീരാറായ ഒരല്പ എണ്ണയുണ്ട്, നിറഞ്ഞു കവിയുന്നില്ല. അത് ഒരു കാലത്ത് അത് നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരുന്നതാ. പ്രവാചക ശിഷ്യരെ, അത് ഒരു കാലത്ത് നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരുന്നതാ. അവിടെ കൃപാവരങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ പ്രവചനമുണ്ടായിരുന്നു, അവിടെ വ്യാഖ്യാനമുണ്ടായിരുന്നു, അവിടെ അന്യഭാഷയുണ്ടായിരുന്നു, അവിടെ വീര്യപ്രവർത്തികൾ ഉണ്ടായിരുന്നു. അത് നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരുന്നതാ. പക്ഷേ യജമാനനെ എല്ലാം തീർന്നു, ഒരല്പം എണ്ണയുണ്ട് അതിനകത്തെന്ന് പറഞ്ഞു. പ്രവാചകൻ, നിന്റെ എണ്ണയെല്ലാം നീ എവിടെ കൊണ്ട് കളഞ്ഞെന്ന് ചോദിച്ചില്ല, ഒന്നും ശാസിച്ചില്ല. പ്രവാചകൻ അവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിലുള്ള വെറും പാത്രങ്ങളെല്ലാം എടുത്തു വെക്ക, പ്രയോജനമില്ലാത്ത പാത്രങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നീ എന്നിട്ട് അയലോക്കത്തേക്ക് കടന്നു ചെല്ലണം. വീണ്ടും അവളെ പഠിപ്പിക്കുക, കടം ചോദിക്കാൻ
ചോദിക്കാൻ പഠിപ്പിക്കുക. പക്ഷേ അവൾ അന്ന് വരെ കടം ചോദിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവൾ ചോദിച്ചു തുടങ്ങിയത്. അന്ന് വരെ അവൾ അയലോക്കത്ത് ചെന്ന് ചോദിച്ചത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് സ്തോത്ര, പേഴ്സി കാശുണ്ടാവും ഒരു 100 രൂപ എടുക്കാൻ. ദൈവത്തിന് സ്തോത്ര. പക്ഷെ ഇപ്രാവശ്യം യജമാനം പറഞ്ഞു വിട്ടു, നീ അയലോക്കത്തെ വീട്ടിൽ ചെന്ന് ചോദിക്കണ, കാശില്ലാത്ത പേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്കാൻ പറയണം. ദൈവത്തിന് സ്തോത്ര. അരി തീർന്ന പെട്ടി വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞേക്കണം. ദൈവത്തിന് സ്തോത്ര. വീഞ്ഞ് തീർന്ന പാത്രം വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞേക്കണം. ഇനി ഒന്നും ഇടാനില്ലാത്ത തുണിയെല്ലാം ഒഴിഞ്ഞു പോയ ഏതെങ്കിലും അലമാരി ഉണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞേക്കണം. ദൈവത്തിന് സ്തോത്ര. പണം തീർന്നു പോയ പേഴ്സുകൾ ഉണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്കാൻ പറയണം. നീ ചെന്ന് വെറും പാത്രങ്ങളെ മേടിക്ക. നീ ആ പേഴ്സിൽ നിന്ന് ഒരു 100 രൂപ ചോദിക്കണ്ട. നീ ആ അരിപ്പെട്ടിക്കകത്ത് നിന്ന് ഒരു നാഴി അരി ചോദിക്കണ്ട. നീ ചെന്ന അരി തീർന്ന അരിപ്പെട്ടി ചോദിക്ക. നീ ചെന്ന അരി തീർന്ന പത്തായം മേടിക്ക. നീ ചെന്ന അളക്കുവാനില്ലാത്ത നാഴി മേടിച്ചോണ്ട് വാ. നീ ചെന്ന പണം തീർന്ന പേഴ്സ് മേടിച്ചോണ്ട് വാ. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. പക്ഷെ ഒരു കാര്യം നീ ചെയ്യണം. നിന്റെ വീട്ടിലുണ്ട്, നീ പറഞ്ഞല്ലോ നിറവുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല, എല്ലാം തീർന്നുപോയി. അവസാനം അടിയിൽ ഇച്ചിരി മാത്രം പറ്റിയിരിപ്പുണ്ട്. 3-ാം പാട്ടിന്റെ അവസാനം മാത്രം 2 അന്യഭാഷ പറയുന്ന ആ ഒരു ഇച്ചിരി അഭിഷേകം മാത്രമുണ്ട്, ഒരു ഇച്ചിരി എണ്ണയുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം നീ ആ എണ്ണ ഒന്ന് എടുത്ത് പകർന്നാട്ട്, അതൊരു ചെറിയ പാത്രത്തിൽ ഇരിക്കുന്നല്ലേ പറഞ്ഞത്, ഒരു ഇച്ചിരിമേ ഉള്ളെന്നല്ലേ നീ പറഞ്ഞ്, അതെടുത്ത് നീ അപ്പുറത്തെ പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചാട്ട്. നിന്റെ മക്കളെ എങ്ങടെ വിളിച്ചാട്ട്. നിന്റെ മക്കൾ അടിമകളാകാൻ പോവല്ലോ, അവരുടെ അടുത്തൂടെ പറഞ്ഞാട്ട്. അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, കടക്കാരൻ നിന്റെ വീട്ടിൽ നിന്ന് ഒഴിയണമെങ്കിൽ, ബാധ നിന്റെ വീട്ടിൽ നിന്ന് അഴിയണമെങ്കിൽ ആ എണ്ണ എടുത്തൊന്ന് ഒഴിക്കാൻ പറഞ്ഞാട്ട് അവളുടെ 2 മക്കളെ വിളിച്ചു കൊണ്ടുപോയി. അടിമകളായി തീരേണ്ട 2 മക്കൾ, ശത്രു പിടിച്ചു കൊണ്ടുപോകേണ്ട 2 മക്കൾ. എന്നാൽ അവള് ആ 2 ബാലന്മാരും കൂടെ ചേർന്ന് ആ ചെറിയ എണ്ണപാത്രം എടുത്തു. ദൈവത്തിന് സ്തോത്രം. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. വളരെ എളുപ്പമായി തോന്നി. കാരണം ഒരു ചെറിയ പാത്രത്തിൽ ഇരിക്കുന്ന ഒരല്പം എണ്ണ അവൾ എടുത്തൊഴിച്ചു. അവൾ അതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. 3-ാമത്തെ പാത്രത്തിൽ ഒഴിച്ചപ്പോ അവളുടെ മകന്റെ അടുക്ക പറഞ്ഞു, മോനെ, ഈ പാത്രം ഇച്ചിരി വലുതായി, എനിക്ക് തന്നെ പൊക്കാൻ കഴിയത്തില്ല, നീ ഇങ്ങോട്ടൊന്ന് പിടിച്ചാലേ പൊങ്ങാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തോത്ര. അടുത്ത പാത്രം വന്നപ്പോ മറ്റേ മകൻ പറഞ്ഞു, അമ്മ, ഇത് അമ്മയ്ക്ക് പൊക്കാൻ കഴിയത്തില്ല, ഞങ്ങൾ 2 കടി ഭരണി എടുത്ത് പൊക്കി അപ്പുറത്തെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊള്ളാമെന്ന്. വീണ്ടും 2 പാത്രം കഴിഞ്ഞപ്പോ അമ്മ 2 മക്കളും കൂടെ ചേർന്ന് ആ പാത്രം എടുത്തൊഴിച്ചു. അത് കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു, മക്കളെ, നമ്മളെ കൊണ്ട് ഇനി പാത്രം പൊക്കാൻ കഴിയത്തില്ല, ഞാനൊരു ചെറിയ പാത്രം എടുത്തുകൊണ്ടുവരാം, ഇതിൽ നിന്ന് കോരി ഒഴിക്കാം. അമ്മ ആദ്യം ഒഴിച്ചു, മക്കള് നോക്കിക്കൊണ്ടിരുന്നു. 2 നിമിഷം കഴിഞ്ഞപ്പോ അമ്മയുടെ അടുത്ത് മക്കള് പറഞ്ഞു, അമ്മ തന്നെ ഇത് ഒഴിച്ചാൽ തീരത്തില്ല, ഞങ്ങളും കൂടെ കോരി ഒഴിക്കാമെന്ന് പറഞ്ഞു. 3 മക്കളും ഒഴിച്ചുകൊണ്ടിരുന്നു. കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറി, ബന്ധനങ്ങൾ മാറി, അടിമപ്പെടുത്തുവാൻ വന്ന അന്ധകാര ശക്തിയുടെ മുൻപാകെ അവർ ജയമെടുക്കുവാൻ തുടങ്ങി. അവരുടെ അയൽപക്കത്തെ വെറും പാത്രങ്ങൾ നിറഞ്ഞു. ഇന്ന് പകൽക്കാലം നിന്റെ പക്കൽ ഒരു ചെറിയ പാത്രം എണ്ണയുണ്ട്, എടുത്ത് അപ്പുറത്തെ പാത്രത്തിൽ ഒഴിക്കുക. നിന്റെ കുടുംബ പ്രാർത്ഥനയിൽ, നിന്റെ വ്യക്തി പ്രാർത്ഥനയിൽ ഒരു അഭിഷേകത്തിന്റെ എണ്ണ ഒഴുകട്ടെ. നീ അടിമയായി പോകരുത്. ഏത് വിഷയവുമാകട്ടെ, നീ സ്വതന്ത്രനായി മടങ്ങിപ്പോയാട്ടെ. എന്നെ അടിമപ്പെടുത്തുവാൻ വരുന്ന അടിമ മുഖങ്ങൾ തകർക്കപ്പെടട്ടെ, അടിമ ബലങ്ങൾ അഴിക്കപ്പെടട്ടെ, അടിമ ചങ്ങലകൾ തകർക്കപ്പെടട്ടെ. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമ
പരമസിയോനിൽ ഞാനന്യനല്ല, പരമസിയോനിൽ ഞാനന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മരുവിലൻ ദൈവമെനിക്കധിപതിയേ, മരുവിലൻ ദൈവമെനിക്കധിപതിയേ, തരൂ അവൻ മന്നാതു മതിയേ. എൻ സങ്കടങ്ങൾ സകലം തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കാണാൻ ജീവിതം എനിക്കാനന്ദമേ, കാണാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഫറവോന് എല്ലാവരും അതേച്ചു പാടിയാട്ടെ. ഓ ഫറവോന് ഞാനീ അടിമയല്ല, പരമസിയോനിൽ ഞാനന്യനല്ല, ഫറവോന് ഞാനിനെ അടിമ ബലങ്ങൾ ഒഴിയട്ടെ, അടിമയാക്കൽ അന്ധകാര ശക്തികൾ തകർക്കപ്പെടട്ടെ. പരമസിയോനിൽ ഞാനന്യനല്ല, പരമസിയോനിൽ ഞാനന്യനല്ല, ഫറവോന് ഞാൻ അവൻ ശക്തിയോടെ, ഫറവോന് ഞാൻ ഇനി അടിമയല്ല, ഫറവോന് ഞാൻ ഇനി പരമസിയോനിൽ ഞാനന്യനല്ല, പരമസിയോനിൽ ഞാൻ ഫറവോന് ഞാൻ ചില അടിമ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നു, ചില അടിമ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നു. ഞാനിനെ അടിമയല്ല, ഞാനിനെ അടിമയല്ല, പരമസിയോനിൽ ഞാനന്യനല്ല, പരമസിയോനിൽ ഞാനന്യനല്ല, ഫറവോന് ഞാനിനെ. ദൈവത്തിന്റെ ശക്തി അല്ല, പരമസിയോനിൽ ഞാനന്യനല്ല, പരമസിയോനിൽ ഞാനന്യനല്ല, ഫറവോന് ഞാനിനെ. അവൻ യേശുവിന്റെ അഭിഷേകത്താൽ കാൽവരിയുടെ ശക്തിയാൽ സിയോനിൽ ഞാനന്യനല്ല, പരമസിയോനിൽ ഞാനന്യനല്ല, പരമസിയോനിൽ ഞാനന്യനല്ല, പരമസിയോനിൽ ഞാനന്യനല്ല. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ഒരു ദൈവവചനം, ഇതിലേതെങ്കിലും ഒരു വിഷയം നിന്നെ അടിമപ്പെടുത്തുന്ന അന്ധകാര ശക്തിയെ നിന്റെ മുൻപാകെ കാട്ടിത്തന്നെങ്കിൽ, നിന്നെ അന്ധകാരപ്പെടുത്തുന്ന ആ പൈശാചിക വ്യക്തിത്വത്തെ നിന്റെ മുൻപാകെ കാട്ടിത്തന്നെങ്കിൽ, നിന്നെ അന്ധകാരപ്പെടുത്തുന്ന ആ ദുർസ്വഭാവത്തെ നിനക്ക് കാട്ടിത്തന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം നീ വായി തുറന്ന് പറഞ്ഞാട്ട്, ഞാനിനി അടിമയല്ല, ഞാനിനി അടിമയല്ല. യേശുവിന്റെ രക്തത്താൽ, എന്റെ കർത്താവിന്റെ കാൽവരിയാൽ, എന്റെ കർത്താവിന്റെ അഭിഷേകത്താൽ, എന്റെ വിശുദ്ധന്മാരുടെ ഉപദേശത്താൽ, എന്റെ ദൈവത്തിന്റെ ആരാധനയാൽ അവന്റെ അടിമത്തത്തെ ഞാൻ കീഴ്പ്പെടുത്താ. താഴ്വരയിൽ ഗോലിയാത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, ഇസ്രായേലേ, നീ എന്നെ ജയിച്ചാൽ ഞാൻ നിനക്ക് അടിമയാകാം, ഞാൻ നിന്നെ ജയിച്ചാൽ നീ എനിക്ക് അടിമയാകണം. ശൗൽ മറുപടി പറഞ്ഞില്ല. 40 ദിനങ്ങൾ ഇസ്രായേലിൽ ഒരുത്തനും മറുപടി പറഞ്ഞില്ല. എന്നാൽ ഈശായി പുത്രനായ ദാവീദ് വന്നു. അവനോട് മറുപടി പറയാനല്ല, അവനോട് മറുപടി പറയാനല്ല, അവന്റെ വെല്ലുവിളിച്ച നാവ് ഉൾപ്പെട്ട അവന്റെ തലയെ അറുത്തു കളയുവാൻ, അവന്റെ അടിമത്ത വെല്ലുവിളികളെ നശിപ്പിക്കുവാൻ, ജയത്തിന്റെ കൊടി ഉയർത്തുവാൻ.
ധിരാ 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 റിബാരാബാഷിരാ ധിരാബാരിയ റിഗരാബാഷിരാ ധിരാബാരിയ റിഗരാബാഷിരാ ധിരാ. അതേ ദൈവത്തിന്റെ പൈതലേ, നിന്നെ അടിമയാക്കുവാൻ വരുന്ന ഗോലിയാത്തിനോട്, നിന്നെ അടിമയാക്കുവാൻ വരുന്ന കടക്കാരനോട്, നിന്നെ അടിമയാക്കുവാൻ വരുന്ന മനുഷ്യനോട് നീ മറുപടി പറയേണ്ട. പകരം നീ ഒന്ന് ചെയ്താൽ മതി. അവന്റെ തല അറുത്തെടുക്ക്, അവന്റെ അധികാരത്തെ മുറിച്ചുകള, അവന്റെ ശക്തിയെ നശിപ്പിച്ചുകള. യേശു നിന്നോട് കൂടെ. അവന്റെ കാൽവറി മുഖാന്തരം, അവന്റെ കൃപയാൽ, അവന്റെ രക്തത്താൽ, അവന്റെ അഭിഷേകത്താൽ, അവന്റെ വിശുദ്ധന്മാരുടെ വചനത്താൽ, അവന്റെ ആത്മശക്തിയാൽ, ആരാധനയാൽ ജയമെടുത്തു. പ്രാർത്ഥിക്കാം.